CBSE പുനർമൂല്യനിർണ്ണയത്തിലുള്ള പരാതി പ്രവാഹങ്ങൾ നോക്കുകയാണെങ്കിൽ രജിസ്റ്റർ നമ്പർ നോക്കാതെയാണ് ഉത്തരപേപ്പർ പകർപ്പ് PDF ആയി നൽകിയതെന്നാണ് പുതിയ പരാതികൾ. നിരവധി വിദ്യാർത്ഥികൾക്ക് സ്വന്തം ഉത്തരക്കടലാസുകളല്ല ലഭിച്ചത്. 4 പേജുകൾ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. അതേസമയം ഇന്നു മുതൽ വെബ്സൈറ്റിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാകുമെന്ന് CBSE അറിയിച്ചു. ആദിൽ പാലോട് ചേരുന്നു. അതിൽ ഇന്നു മുതൽ സാധാരണ നിലയിലാവുമത്ര. എന്നിട്ട് ഇതേ കുറച്ചു മുൻപേ ലേബി സജീന്ദ്രന്റെ മകൾ നിഹാരിക നോക്കിയ അവസ്ഥയാണ് നമ്മൾ ഇതേ സ്ക്രീനിൽ കുറച്ചു മുൻപ് കാണിച്ചത്. ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഇത്രയും നിരുത്തരവാദപരമായൊക്കെ ഒരു സ്വകാര്യ ഏജൻസിക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? ഇനി കുട്ടികൾ ഈ പൈസയടച്ച് കാത്തിരുന്ന് കിട്ടുന്ന പകർപ്പ് സ്വന്തം പേപ്പറല്ല എന്ന് പറയുന്നു. ഈ ഡേറ്റ് അങ്ങ് നീട്ടിവെച്ചു എന്ന് പറഞ്ഞെങ്കിൽ ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചൂടെ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രശ്നത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം ഈ വെബ്സൈറ്റിലെ പ്രതിസന്ധി, സാധാരണഗതിയിൽ 100 രൂപ നൽകിയാൽ നമ്മൾ എഴുതിയ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭ്യമാക്കേണ്ടതാണ്. ഇപ്പോൾ പലയിടത്തും 100 അല്ല, ചിലർക്ക് 1000ഉം 2000ഉം ഒക്കെയാണ് ഫീസ് ഇനത്തിൽ കാണിക്കുന്നത്. അങ്ങനെ ഒരു തകരാറ് ഈ വെബ്സൈറ്റിനുണ്ട്. ഇനി അഥവാ പണം അടച്ചാൽ തന്നെ ലഭിക്കുന്നത് വൈകിയാണ്. ഇനി അഥവാ ലഭിച്ചാൽ തന്നെ മധ്യപ്രദേശിലുള്ള കുട്ടിയുടെ ഉത്തരക്കടലാസ് ആയിരിക്കും കേരളത്തിലുള്ള വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത് എന്ന പ്രശ്നം കൂടി ഇതിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ പ്രശ്നം മനസ്സിലാക്കി അടിയന്തരമായി ഇത് പരിഹരിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്നത്. ഇതിനായി മദ്രാസ്, കാൺപൂർ IITകളിലെ പ്രത്യേക പ്രൊഫസർമാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാങ്കിംഗ് ഉദ്യോഗസ്ഥരെയും ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഒരു ടീമായി തന്നെ പ്രശ്നം പരിഹരിക്കാനായി നിയോഗിച്ചിരുന്നതാണ്. ഇത് ഒരു വശം മാത്രമാണ് ഇപ്പോൾ ഈ വെബ്സൈറ്റിലുണ്ടായ പ്രതിസന്ധി എന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാന പ്രശ്നം OSM എന്ന പുതിയ മൂല്യനിർണ്ണയ രീതിയാണ്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന രൂപത്തിൽ സാധാരണഗതിയിൽ ഉത്തരക്കടലാസ് കിട്ടിയാൽ ആ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത PDF ആകും പിന്നീട് അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തുക. പലപ്പോഴും ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഉത്തരങ്ങൾ വ്യക്തമാകാതെ വരുന്നു ഈ സ്കാനിങ്ങിൽ എന്നതാണ് അടിസ്ഥാനപരമായ ഇതിലുള്ള പ്രശ്നം. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം വരെ നേരിട്ട് അധ്യാപകർ ഓരോ ഉത്തരക്കടലാസും എടുത്ത് പേന കൊണ്ട് കൃത്യമായി മൂല്യനിർണ്ണയം നടത്തുന്നതായിരുന്നു രീതി. ഇപ്പോഴത് മാറ്റിയതിലൂടെ പലപ്പോഴും അവ്യക്തമായ ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയത്തിന് അധ്യാപകർക്ക് ലഭിച്ചിരുന്നത്. ഇതാണ് മാർക്ക് കുറയാൻ പ്രധാനപ്പെട്ട കാരണം. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രശ്നം പരിഹരിക്കാനും പുനർമൂല്യനിർണ്ണയത്തിനും കൊടുക്കണമെങ്കിൽ ഈ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭ്യമാകണം. അതിനുള്ള വെബ്സൈറ്റിലാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത്. അടിമുടി പ്രശ്നം എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നതാണ് നിലവിലെ സാഹചര്യം. ഇത് വല്ലാത്ത വിരോധാഭാസം പോലും ഇതിനകത്തുണ്ട്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. അതായത് ഇങ്ങനെ ഈ ഉത്തരപേപ്പറുകൾ സ്കാൻ ചെയ്ത് ഡിജിറ്റലായി മൂല്യനിർണ്ണയം നടത്തുന്നത് വഴി പരാതികൾ കുറയുമെന്നും പുനർമൂല്യനിർണ്ണയത്തിനായി എത്തുന്ന പേപ്പറുകളുടെ എണ്ണം കുറയുമെന്നൊക്കെയാണ് CBSE അവകാശപ്പെട്ടത്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഇരട്ടിയിലധികം കുട്ടികൾ ഇപ്പോൾ പരാതിയുടെ പ്രവാഹമാണ്. പരാതി എന്ന് പറഞ്ഞാൽ 1ഓ 2ഓ പരാതിയല്ല, ഒരുപാട് പരാതികളുമായി തീ തിന്ന് ആശങ്കയിൽ വിദ്യാർത്ഥികൾ ഇങ്ങനെ പുറത്തു നിൽക്കുന്നു. കേന്ദ്ര സർക്കാരിനോടും NTA ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കും, CBSEയോട് ചോദിക്കുമ്പോൾ അവർ കൈമലർത്തി നിൽക്കുന്നു. ഇതിനൊക്കെ കാരണക്കാരായ ഏജൻസികൾക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതിനും മറുപടിയില്ല.